ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്ത് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഇൻട്രോ കണ്ടാൽ മനസ്സിലാവില്ലേ. അപ്പോൾ ഇത് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് സ്റ്റിച്ചിങ്ങിലൂടെയാണ് കേട്ടോ. കൈ വെച്ചിട്ട് ഹാൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങളെ കാണിക്കണം കേട്ടോ. അപ്പോൾ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാവുന്ന വർക്കും കൂടി ആവും, എങ്കിലും കൂടിയിട്ട് ചില ആളുകൾക്ക് അറിയാത്ത വർക്കും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കണം എന്നുള്ളത് നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് വാങ്ങി കൊടുത്തിട്ട് വേറൊരാൾ അടിച്ച് തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് എനിക്ക് മെഷീനോ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ കൈ വെച്ചിട്ടായിരുന്നു ആ ട്യൂബ് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിരുന്നത് കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നി അത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാനിത് ട്യൂബാക്കി അടുപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ട്യൂബാക്കി അടുപ്പിക്കാൻ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ എന്താ പറയുക, മെറ്റീരിയൽസ് കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത സെൻറ്ററിൽ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ആ ഓപ്പണായി കിടക്കുന്ന രണ്ടറ്റം കൂടി ഒന്ന് നീളത്തിൽ അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ ഈ അലാസ്റ്റിക് ഇടുന്നുണ്ടല്ലോ, ആ രീതിയിൽ എന്തെങ്കിലും കമ്പ് വെച്ചിട്ടോ എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ സൂചി വെച്ചിട്ട് ഇതുപോലെ അലാസ്റ്റിക് കോർക്കണ മാതിരി ഇതാക്കിയാലും മതി. എന്നിട്ട് ഇങ്ങനെ മറിച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ അതിന് വേണ്ട എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. എത്രയും ചില അതിനനുസരിച്ച് അളവിന് എടുക്കുക കേട്ടോ. ഓക്കെ. പിന്നെ എലാസ്റ്റിക് കോർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഭാഗം നമ്മൾ ഉള്ളിലോട്ട് തള്ളി കൊടുക്കുമ്പോൾ മറ്റേ ഭാഗം നമ്മൾ വേറൊരു കൈയിൻ്റെ വിരൽ വെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ച് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, എലാസ്റ്റിക് ഇട്ടിട്ട് വൈകുന്നേരമാവും കേട്ടോ. അങ്ങനത്തെ അവസ്ഥയിലായിരിക്കും. അങ്ങനെ അത് ശ്രദ്ധിക്കുക. കാരണം ഒരറ്റത്തിൻ്റെ ഉള്ളിലൂടെ മറ്റോ അറ്റത്തോട്ട് നമ്മൾ എലാസ്റ്റിക് കോർക്കുമ്പോൾ ആ ഭാഗം നമ്മളെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പിടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ അറ്റം ഉള്ളിലോട്ട് പോകില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ലോണം 2-3 തവണ ആയിട്ട് നല്ലോണം ടൈറ്റാക്കി കെട്ടിട്ട് കൊടുക്കുക. ഇനി എവിടെയും പോകില്ല. ഇപ്പോൾ സ്ക്രഞ്ചീസിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്, പക്ഷേ എങ്കിലും കൂടിയിട്ട് അവിടെ ഓപ്പണായി കിടക്കുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് കവർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലിൻ്റെ ചിഹ്നം കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ അടിച്ചിടുക. ഞാൻ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത്. ഒരറ്റം അതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മറ്റേ അറ്റം അതിൻ്റെ ഉള്ളിലോട്ട് എന്താ പറയുക, കയറണ രീതിയിൽ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ. ഇത് നല്ലോണം ശ്രദ്ധിച്ചാൽ മതി, വേറെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ വീട്ടിലിരുന്ന്, ഇപ്പോൾ ഇത് ഞാൻ മെറ്റീരിയൽസ് വാങ്ങി കൊടുത്തിട്ടുള്ളതാണ്. ഇതേപോലത്തെ മെറ്റീരിയൽസ് വെച്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ മെറ്റീരിയൽസ് വാങ്ങി കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ വെട്ട് കഷ്ണം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഈ എന്താ പറയുക, വേസ്റ്റ് ക്ലോത്തുകളുണ്ടല്ലോ, അതുപോലത്തെ നെറ്റിൻ്റെ ക്ലോത്ത്, അല്ലാത്ത ക്ലോത്തൊക്കെ, അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സും കൂടിയാണ് ഈ സ്ക്രഞ്ചീസിൻ്റെ കേട്ടോ. അപ്പോൾ ഇത് എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു ഷോപ്പിലേക്ക്, ആ ഓർഡറിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം അതെങ്ങനെയാണ് നമ്മൾ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത് പുറത്തേക്ക് സ്റ്റിച്ചിങ് കാണൂലേ എന്നുള്ളത്. അതിനാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. വീഡിയോ നിങ്ങൾ നല്ല രീതിക്ക് തന്നെ ശ്രദ്ധിച്ച് കാണാം. അപ്പുറത്തോട്ട് വരാത്ത രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ വീഡിയോയിൽ, ആ രീതിക്ക് നിങ്ങൾ ചെയ്യാം. അപ്പുറ ഭാഗത്തേക്ക് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പിടിക്കരുത്. ആദ്യം താഴെയുള്ള ക്ലോത്തിൻ്റെ എന്താ പറയുക, മുകൾ ഭാഗവും മുകളിലുള്ള ക്ലോത്തിൻ്റെ അടിഭാഗവും കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് പറയണ മനസ്സിലാവണ്ടോ എന്നറിയില്ല, എങ്കിലും കൂടിയിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും മുകളിലും തട്ടരുത്, അതുപോലെ ക്ലോത്തിൻ്റെ താഴെ ഭാഗം മൊത്തത്തിൽ ലോക്കാക്കരുത് കേട്ടോ. സൂചി കുറച്ചൊന്ന് എന്താ പറയുക, തുരുമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മൾ തറയിൽ വെച്ചിട്ട് കുത്തിയപ്പോഴാണ് പുറത്തേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, പുറത്തേക്ക് ഒരു ഇതിരി പോലും കാണുന്നില്ല. നല്ല രീതിക്ക് തന്നെ നമുക്കിത് ഇവിടെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ബാക്കി ഭാഗം കൂടി നമ്മൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്നല്ലേ.
അപ്പോൾ നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2-3 തവണ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് എന്താ പറയുക റിസ്ക്കുള്ള പരിപാടിയാണെങ്കിലും കൂടിയിട്ട് നിങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ വെച്ചാൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ മേഖലയും കൂടിയാണ് കേട്ടോ ഈ സ്ക്രഞ്ചീസിൻ്റെ എന്നുള്ളത്. കാരണം ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ്ങിലായി നിൽക്കുന്ന ഒരു സംഭവം കൂടിയാണ് സ്ക്രഞ്ചീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ആദ്യം ഒരു തവണ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫസ്റ്റിൽ ഒരു എന്താ പറയുക സ്ക്രഞ്ചീസ് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ശരിയായിക്കോളൂ കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നല്ല മെറ്റീരിയൽസ് വെച്ച് ചെയ്യാതെ എന്താ പറയുക കുറച്ച് പഴകിയ എന്തെങ്കിലും സാധനങ്ങൾ, പഴകിയെന്നല്ല ഈ ഷോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തത് വെച്ചുകൊണ്ട് നിങ്ങൾ കട്ട് ചെയ്ത് നോക്കുക. ഒട്ടുമിക്ക ആളുകളുടെ വീട്ടിലും മെഷീന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങൾക്കൊണ്ട് ഇത് പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മെറ്റീരിയൽസ് വാങ്ങി ചെയ്യുക കേട്ടോ. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ നിങ്ങൾ സെയിലാക്കാൻ നോക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, വളരെ ശ്രദ്ധിച്ച് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ മുമ്പോട്ട് എല്ലാം ഒരേ രീതിക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന്. പിന്നെ സ്റ്റിച്ചിങ് മാത്രം നിങ്ങൾക്ക് ലാസ്റ്റിക്ക് മാറ്റി വെച്ചാൽ മതി. എല്ലാം ഒന്നുണ്ടാക്കി പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കണം, അങ്ങനെ ആകുമ്പോൾ ഒത്തിരി ടൈമാവും. നിങ്ങളൊരു 4-5 ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ ഓർഡർ ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ആദ്യം നിങ്ങൾ ഫസ്റ്റിൽ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ നിങ്ങളൊരു 5 പീസെങ്കിലും ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റിൽ ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ നല്ല ക്ലോത്തിലൊന്നും ചെയ്യാതെ ഇരിക്കുക. കാരണം നിങ്ങൾ സ്റ്റാർട്ടിങ് ആണല്ലോ, അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ചെയ്തിട്ട് ഈ സ്റ്റിച്ചിങ്ങിൽ നിങ്ങൾക്ക് എന്താ പറയുക നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ വല്ല ക്ലോത്തുകൾ വാങ്ങുക. ഇതിന് വലിയ റേറ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഈ ക്ലോത്തിന് നിങ്ങൾ 1/2 മീറ്ററൊക്കെ വാങ്ങിയാൽ മതി. 1/2 മീറ്ററൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ ചെയ്തിട്ട് കൂടുതൽ എടുക്കാതിരുന്നാൽ മതി. കാരണം കുറഞ്ഞ രീതിയിൽ വാങ്ങാം, പിന്നെ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ അതിൻ്റെ രീതിക്കൊക്കെ നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് പുറത്തോട്ട് ഒരിക്കലും എന്താ പറയുക അറ്റാച്ച് ആയിട്ടില്ല കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്റ്റിച്ചിങ് കോർത്തത് ഒരു മെറ്റീരിയൽസിൻ്റെ ഫസ്റ്റിൽ നിന്നാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫസ്റ്റിൽ നിന്നാണ്. എൻ്റെ തണ്ടാൻ വിരൽ കാണുന്നുണ്ടല്ലോ, ആ ഭാഗത്ത് നിന്നാണ് നമ്മൾ കോർത്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിഭാഗം അവിടെ ഒഴിവാക്കിയിട്ടിട്ട് അതിൻ്റെ മേൽഭാഗത്ത് കാണുന്ന മെറ്റീരിയൽസിൻ്റെ ഉൾഭാഗം അഥവാ അടിഭാഗം അതും കൂടി കോർത്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ വീണ്ടും ശ്രദ്ധിച്ച് കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. വളരെ സിമ്പിളായിട്ടൊന്ന് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഒരു തവണ നിങ്ങൾ വേസ്റ്റ് ക്ലോത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുമെന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തോന്നുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ മെറ്റീരിയൽസ് വാങ്ങിക്കൊണ്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനത്തെ മെറ്റീരിയൽസ് നിങ്ങൾക്കിപ്പോൾ ക്യാഷ് കൊടുത്ത് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ടൈലർ ഷോപ്പുകളിൽ ഉണ്ടാവും, അവർ കട്ട് പീസാക്കിയിട്ട് വേസ്റ്റ് ആക്കിയിട്ട് ഇടണം. കാരണം ഇപ്പോൾ ഹരിതകർമ്മസേനൻ്റെ ആളുകളൊക്കെ വന്ന് കൊണ്ടുപോകാറാണ് മെറ്റീരിയൽസൊക്കെ, അതുപോലെ വേസ്റ്റിലൊക്കെ കയറി പോവാറാണുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വാങ്ങി നിങ്ങൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു പീസ് വന്ന് 25 രൂപയാണ് ഇത് ഷോപ്പിൽ റേറ്റ്. ഷോപ്പിൽ നേരിട്ട് ആളുകൾ വാങ്ങിയിട്ടുള്ള ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 25 രൂപയാണ് ഷോപ്പിൽ ഒരു സ്ക്രഞ്ചീസിന് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരിട്ട് സെയിലാക്കാതെ നിങ്ങൾക്ക് 25 രൂപക്ക് ഇത് സെയിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക. വർക്കിങ്ങിലാണ് നിങ്ങൾ റേറ്റിങ്ങിൻ്റെ ഇത് വരുന്നത് കേട്ടോ. വർക്ക് എത്രത്തോളം ഫിനിഷിംഗ് ആണ് അതിനനുസരിച്ചായിരിക്കും നിങ്ങളെ സെയിലിങ് നടക്കുക. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്ത് നല്ല രീതിക്ക് വരുമാനം ഉണ്ടാക്കാൻ നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ കൂടുതൽ ടൈം പോണത് ഈ സ്റ്റിച്ചിങ്ങിലാണ്, കാരണം അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ എന്താ പറയുക, ടൈലർ മെഷീൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റും. നിങ്ങൾ അത്രയും സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റും. എനിക്ക് അറിയില്ല ടൈലർ മെഷീൻ വെച്ച് ഇത് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഞാൻ സ്റ്റിച്ചാണ് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ രീതിക്കാണ് ഞാൻ ചെയ്യാറുള്ളത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തില്ല. ആദ്യം നിങ്ങൾ ഇതുപോലെ ട്യൂബിൻ്റെ ഉള്ളിൽ അലാസ്റ്റിക് കയറ്റി കൊടുക്കുക. അലാസ്റ്റിക് കയറ്റി കൊടുത്തിട്ട് അത് എന്താ പറയുക കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളതും കൂടി ചെയ്ത് വെക്കുക. എന്നിട്ട് ലാസ്റ്റിക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ പറയുകയാണ്, ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ഇനി അടുത്ത നല്ലൊരു വീഡിയോസുമായി കാണുന്നത് വരെ ബൈ.